നമസ്കാരം. ശബ്ദഭാവ രാഗ താള ലയങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ഒരു മഞ്ഞുതുള്ളി പോലെ കടന്നു വന്ന ഒരു കുരുന്ന്. പിന്നീട് അവൻ അങ്ങ് നാഷണൽ ക്രഷായി മാറി. ജൂനിയർ SPB, പാട്ടുകാരിലെ ഷാരൂഖ് ഖാൻ, ലിറ്റിൽ റോക്ക് സ്റ്റാർ, ഇങ്ങനെയൊക്കെ വിളിപ്പേരുള്ള നമ്മുടെ സ്വന്തം ബാബുക്കുട്ടനും കുടുംബവുമാണ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ. ബാബുക്കുട്ട, ആവിർഭവസ്, കൺഗ്രാറ്റുലേഷൻസ്. ഇതിൽ ഒട്ടും കുറയാത്ത ഒരു കൺഗ്രാറ്റുലേഷൻസ് മോൾക്കും വേണം. കാരണം ആ 1.5 വയസ്സ്, എനിക്കൊന്ന് 8 മാസം തൊട്ടെങ്ങാണ്ട് പാട്ട് പഠിപ്പിച്ചു തുടങ്ങിയതാണ് മോനെ, അല്ലേ? അപ്പൊ ആ സമയം മുതൽ ഇങ്ങനെ കൂടെ നിന്ന് നിങ്ങൾ തമ്മിൽ ഒരു നല്ല ബ്രദർ സിസ്റ്റർ ബോണ്ട്, അതിനപ്പുറമായിട്ട് ഒരു ഗുരുശിഷ്യ ബന്ധം കൂടെ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ഇൻട്രസ്റ്റ് ബാബുക്കുട്ടന്? ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സൈഡിലിരിക്കും. ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇതിങ്ങനെ കേൾക്കാൻ തുടങ്ങും ഞാൻ അവനിലൂടെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പാടുന്നതെല്ലാം ഇവൻ ഗ്രാസ്പ് ചെയ്യുന്നുണ്ട് സൈഡിൽ ഇരുന്നിട്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇവൻ ശരിക്കും പാട്ട് പാടും എന്നുള്ളൊരിത് വന്നത്. പിന്നെ ഫസ്റ്റ് സീ തെലുങ്കിലാണ് ആദ്യമായിട്ട് അങ്ങനെ ഓ സെക്കനോട് ആ സോങ്ങാണ് ഫസ്റ്റ് ഇവൻ ചെയ്ത്. പിന്നെ ഇവന് ആ ഒരു ഇതുണ്ട്, ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നു. ഇപ്പോൾ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ആ ഒരു ഇത് കോർപ്പറേറ്റ് ചെയ്യും, അത് എനിക്ക് ചെയ്യണം, അങ്ങനെ ഈ പാട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ട് വലിയ പാടൊന്നും ഉണ്ട്. കേട്ടിട്ട് ഇങ്ങനെ അഭിമാന പുളകുന്നതായിട്ടിരിക്കുക ചക്കുടു. ഓർമ്മയുണ്ട് ആ 1.5 വയസ്സുള്ളപ്പോ തെലുഗുല് ചേച്ചിയുടെ ആ പാട്ടിന്റെ ഷോയിൽ പോയപ്പോ ഓ സൊക്കലാടു, അല്ലേ? ഓ സൊക്കനോട, സൊക്കനാട, അത് ഓർമ്മയുണ്ടാ ആ പാട്ട്? അത് ആ പാട്ടൊക്കെ ഞാൻ ഇവളോട് കേട്ട് പഠിച്ചതാണ്. അപ്പൊ ഇവളൊക്കെ പാടി പഠിക്കുമ്പം ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പാടി കൊടുക്കുന്നതും പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്ന യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ 1.5 വയസ്സ് തൊട്ട് ഇതുവരെ ചേച്ചിയാണ് എല്ലാം പഠിപ്പിച്ച് മിടുക്കനായിട്ട് കൊണ്ടുവന്നത്. ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ചേച്ചി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അമ്മയ്ക്ക് നല്ലൊരു റോളുണ്ട്. ഞാൻ എപ്പോഴും ഈ നമ്മുടെ ടോപ്പ് സിംഗറിലാണെങ്കിലും പാടുമ്പം ഇങ്ങനെ ആ മുഖത്ത് ഓരോ വരിയും പാടുമ്പോൾ ഉണ്ടാകുന്ന ആ ഭാവം, അതിനുശേഷം മോനാണെങ്കിലും ഇപ്പം സോണിയിലാണെങ്കിലും ടോപ്പ് സിംഗറിലാണെങ്കിലും അമ്മയുമായിട്ടുള്ള ഒരു കണക്ഷൻ അത് വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പാടുമ്പോൾ ആ ഇത് നമുക്കാണ് കൂടുതൽ ടെൻഷൻ. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, തെറ്റുമോ, അല്ലെങ്കിൽ അവനെ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷെ അവൻ എപ്പോഴും അതിന് മേളിൽ കൊടുക്കാറുണ്ട്. പലപ്പോഴും ഞങ്ങളെയൊക്കെ ഒരുപാട് ആകർഷിച്ച പാട്ടാണ്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പല വേദികളിലും പാടിയിട്ടുള്ള ഒരു പാട്ട്, താരേ സമീൻ പേ എന്ന് പറയുന്ന ആ മൂവിയിലെ പാട്ട്. ഒന്ന് പാടിയാലോ? अंधेरे से डरता हूँ मैं माँ, यूं तुम्हें दिखलाता नहीं, तेरी परवाह करता हूँ मैं माँ, तुझे सब है पता है न माँ, तुझे सब है पता मेरी माँ, भीड़ में यूं न छोड़ो मुझे, घर लौट के भी आना पाऊँ मैं, भेजना इतना दूर मुझको तू, याद भी तुझको आना पाओ माँ, क्या इतना बुरा हूँ मैं माँ, क्या इतना बुरा मेरी माँ. നീ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാല് ഈ സോണിയിൽ പോകുമ്പോൾ തുടക്കത്തിൽ കുറെ കാലം ഇവരില്ലാതായിരുന്നല്ലോ. കാരണം ഇങ്ങനെ കട്ടയ്ക്ക് 2 പേരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ഒരു 3 മാസം നിങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? അത് ഇച്ചിരി പാടായിരുന്നു. എന്നെ സംബന്ധിച്ചോളം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് പാട്ടറിയില്ല, പാട്ടിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അത് കേൾപ്പിക്കണം, വരികൾ പഠിപ്പിക്കണം, എഴുതണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതുന്നതൊക്കെ അവൻ തന്നെ എഴുതുമായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടായിരുന്നു മീൻസ് അവനെ ബൈഹാർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കറിയില്ല, പാട്ടായതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ അത് മോളെ പിന്നെ വിളിച്ച് മോളാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അവൾ വന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് അങ്ങനെയാണ് അവൾ ചെയ്തത്.
പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഫുഡ് ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഫുഡ് അവിടുത്തെ ഇഷ്ടമായിരുന്നു. ഫുഡ് ആദ്യം ഇഷ്ടമായിരുന്നു, പിന്നെ റെഗുലറായി ഒരേ ഫുഡായപ്പോൾ പിന്നെ അത് നമുക്ക് മടുത്തു. പിന്നെ ഇവിടുത്തെ ഫുഡ് വേണമെന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ബാബുക്കുട്ടനോടൊരു ചോദ്യം. ബാബുക്കുട്ടന്റെ ഫേവറേറ്റ് ബിന്നിമാമിനെ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ബിന്നിമാമിനെ ഓർക്കുന്നുണ്ടോ എന്നല്ല, എപ്പോഴും ഓർക്കും എന്ന് എനിക്കറിയാം. അപ്പൊ ബിന്നിമാം ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. എന്താ ആ ചോദ്യം ഒന്ന്? ഹായ് ബാബുക്കുട്ട, ബാബുക്കുട്ടന് വീണ്ടും അഭിനന്ദനങ്ങൾ. ബാബുക്കുട്ടനെ നേരത്തെ അഭിനന്ദനം അറിയിച്ചിരുന്നു. ബാബുക്കുട്ടൻ ഫസ്റ്റ് ടോപ്പ് സിംഗറിൽ വരുമ്പോൾ ഇടുക്കി നാട്ടുകാരനാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു നമുക്ക് നമ്മുടെ നാട്ടുകാരൻ, കാരണം ഞാനും ഇടുക്കിക്കാരിയാണ്, ഇടുക്കിയിൽ തൊടുപുഴയിൽ. അപ്പോൾ പ്രത്യേക ഒരു സ്നേഹം വന്നു. അപ്പോൾ ജസ്റ്റ് നാട്ടുകാരൻ എന്നുള്ള ഒരു ഇത്. പിന്നെ ബാബുക്കുട്ടൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്, ആ ഒരു പെരുമാറ്റം. അപ്പം എൻ്റെ ചോദ്യം, എങ്ങനെയാണ് മോൻ ആ ഹിന്ദി നാട്ടിൽ പോയി അവിടുത്തെ ഫുഡ് നമ്മളുടെ ഇവിടുന്ന് വളരെ നോർമലായിട്ട് നല്ല എന്താ ട്രഡീഷണൽ ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് അവിടെയുള്ള ചെല്ലുമ്പോൾ കുട്ടികൾ ഒരു സഫർ ചെയ്യുന്ന കാര്യമാണ് ഫുഡ്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു മക്കള്? ഇതാണ് ചോദ്യം, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു മക്കള്? ഇത് കുറെ ദിവസമായി വന്നിട്ട്. അപ്പോൾ നമ്മൾ ഒരു ചോറും ദാലും എന്നൊക്കെ പറയുന്ന പരിപ്പ് കറി, അപ്പോൾ ദാലും അങ്ങനെ ദാലെന്നാണ് അവിടെ പറയാറ്. അപ്പോൾ പരിപ്പ് കറിയും ഇങ്ങനെ മറ്റേ എന്താ ബ്രിഞ്ചല് കറി ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ കുറച്ച് മാസം കഴിക്കാതൊക്കെ ആയിരിക്കും, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രാവശ്യം കഴിച്ച് ലാസ്റ്റ് വരെ എത്തി. പിന്നെ ചേച്ചി വന്നപ്പോൾ എനിക്ക് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുമായിരുന്നു. അപ്പം കുറച്ച് ആശ്വാസം കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഓവറായി. ഒരു പാട്ട് പാടണ്ടേ? ഏത് പാട്ടാ പാടുന്നേ? ചേച്ചിയുടെ കൂടെ ആണോ പാടുന്നേ, ഒറ്റയ്ക്കാണോ പാടുന്നേ? ഒറ്റയ്ക്ക് പാടാം. प्यार कभी कम नहीं करेना, कोई सितम कर लेना. प्यार कभी कम नहीं करेना, कोई सितम कर लेना. അടിപൊളി. ഞാൻ ചോദ്യം ചോദിക്കാൻ മറന്നു, എന്താ ചോദിക്കേണ്ടതെന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചതേ, ബാബുക്കുട്ടന്റെ പ്രോഗ്രാം നമ്മുടെ ടോപ്പ് സിംഗർ 3 വരുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. അപ്പൊ കാണുമ്പം ബാബുക്കുട്ടന്റെ കാറുകളോട് അങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. കാർ ഇഷ്ടമാണ്, വാച്ച് ഇഷ്ടമാണ്. പിന്നെന്താ ഇഷ്ടമുള്ളത്? പിന്നെ കുറെ ഇതൊക്കെ ഗിഫ്റ്റ് ഇഷ്ടമാണ്. കീബോർഡ്, ഡ്രംസ്, ഇങ്ങനത്തെ മ്യൂസിക് ഇതെല്ലാം ഇഷ്ടമാണ്. കാറിൽ ഏറ്റവും ഇഷ്ടമുള്ള കാറുകൾ ഏതൊക്കെയാ? എനിക്ക് ഏറ്റവും ഇഷ്ടം മിനി കൂപ്പറും ലെംബോർഗിനിയും മക്ലാരും ആസ്റ്റൺ മാർട്ടിനുമാണ് ഇഷ്ടം. അപ്പൊ അന്ന് പറയുന്നുണ്ടായിരുന്നു ശരത് സാറിന് ലംബോർഗിനി കയറ്റും, MG സാറിന് മഹീന്ദ്ര കൊടുക്കുമെന്നൊക്കെ. എന്നിട്ട് ശരത് സാറിന് ലംബോർഗിനി കയറ്റാൻ പറ്റുമോ? ഇതിപ്പോ അടുത്ത മാസം പുതിയ വണ്ടി മേടിക്കാൻ പോവാണ്, അപ്പൊ കേറ്റാൻ നോക്കാം. എന്നെയും കൂടെ കയറ്റുമോ? കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാം നല്ല വഴിയില്ല. ഇപ്പം ആസ്റ്റൺ മാർട്ടിനൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ആസ്റ്റൺ മാർട്ടിൻ, മസരട്ടി, ലംബോർഗിനി, അങ്ങനെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള എല്ലാ കാറുകളും ബാബുക്കുട്ടന്റെ ആ പോർച്ചിൽ കിടക്കുന്നത് എന്റെയും കൂടെ ഒരു സ്വപ്നമാണ്. പക്ഷെ വൺ കണ്ടീഷൻ, എനിക്കും കൂടെ ലിഫ്റ്റ് തരണം. യെസ്. അപ്പോ നമ്മുടെ ബാബുക്കുട്ടന്റെ ചേച്ചി എന്ന നിലയിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനപ്പുറമായിട്ട് മോളും ഒരു മ്യൂസിക്കൽ ജീനിയസ് ആണ് അല്ലേ? അപ്പോൾ ഈ ആളിന്റെ പഠനം, ഈ ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണ്? സഹകരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ സാധാരണ നമ്മൾ ഈ കുഞ്ഞു പിള്ളേരെ പിടിച്ചിരുത്തി പാടിപ്പിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. അടിയും വഴക്കും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ വെച്ചാൽ പുറത്തുനിന്ന് ഒരു ആളെ പഠിപ്പിക്കുമ്പോൾ നമ്മളൊരു ലിമിറ്റേഷൻ വെക്കും. നമുക്ക് അധികം ഇത് ചെയ്യാൻ പറ്റില്ല, ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്വന്തം അനിയനാകുമ്പോൾ നമുക്ക് ആ ഇത് മാറും. അത് തന്നെ കിട്ടണം, ആ ഒരു ഇത് വരണം എന്ന് പറയുമ്പോൾ പിന്നെ അടിയാവും, വഴക്കം. തിരിച്ചാണേലും അങ്ങനെയാ, നീ എന്റെ ചേച്ചിയല്ലേ എന്നുള്ള ഇതിൽ അതും ആയിരിക്കും. അപ്പോൾ പൊതുവെ എല്ലാവരും കാണുമ്പോൾ എന്ത് സ്വീറ്റാ എന്നൊക്കെ പറയും. പക്ഷെ വീട്ടിൽ അതൊന്നും അല്ല, രണ്ടുപേരും അതെ നല്ല അടിപഴക്കം. ഈ കാണുന്ന ആളൊന്നും അല്ല, വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിപ്പോ മൊത്തത്തിൽ നമ്മള് വീട്ടിലൊക്കെ ഗെയിമൊക്കെ കളിച്ചിരിക്കും, ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരിക്കും, കുറച്ചു നേരം ഇതൊക്കെ TV ഒക്കെ കാണും, ഫോണിലൊക്കെ കണ്ടുപിടിക്കും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതെല്ലാം കണ്ടുപിടിക്കും. പിന്നെ ഞങ്ങള് അതിന്റെ കൂടെ മൂങ്ങുദാരമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കും. പാട്ട് പഠിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ ഈ ഒരു ഇത്. അതേപോലെ ഞങ്ങൾ ഒരേ പിള്ളേരെ പോലെ മറ്റേ
കുഞ്ഞും 2 പിള്ളേരെ പോലെ ആവും ഞങ്ങൾ രണ്ടും. അപ്പൊ മോള് കുറച്ചും കൂടി കുഞ്ഞാവും. അല്ല, എന്നെ സംബന്ധിച്ചാല് എപ്പോഴും പറയും, അമ്മ എപ്പോഴും പറയും എനിക്ക് 2 വയസ്സും ഇവൻ 5 വയസ്സും പോലെയാണ്. അപ്പൊ അത്ര മെച്ചൂരിറ്റി എനിക്കുണ്ടാവുള്ളൂ. പാട്ട് പഠിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അടിയും വഴക്കൊക്കെ, ബാക്കി ഞങ്ങള് ഭയങ്കര. അപ്പൊ എന്തായാലും രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്തു. ഒരിടത്ത് ടീച്ചർ ആണെങ്കിൽ മറ്റേ ആളായിരിക്കും കൂടുതൽ കെയർ ചെയ്യുന്നത്. നല്ലൊരു പേരന്റിനെ പോലെയാണ്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതെ. അപ്പോ ബാബുക്കുട്ടൻ ഇപ്പൊ 2ാം ക്ലാസ്സിലല്ലേ പഠിക്കണേ? കുഞ്ഞിന് പഠിച്ചിട്ട് വലുതായി ആരാകണമെന്ന് ആഗ്രഹം? എനിക്ക് വലിയ മ്യൂസിഷ്യൻ ആവണം, കമ്പോസർ ആവണം, സിംഗർ ആവണം, പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കാൻ ഇതാവണം, പിന്നെ കർണാട്ടിക്കൊക്കെ പാടണം, ഹിന്ദുസ്ഥാനി പാടണം. ഇത് 4 ഓപ്ഷൻ തന്നിട്ട് ഒരാൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആളിനെ അറിയാം, നമ്മുടെ പഴയ ജഡ്ജ് രാഹുൽ സാറാണ്. നമസ്കാരം. സോണി സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വിന്നർ ആയിട്ടുള്ള ബാബുക്കുട്ടന് ടോപ്പ് സിംഗർ സീസൺ 3യിലെ വൺ ഓഫ് ദ ജഡ്ജസ് ആയിട്ടുള്ള രാഹുൽ അങ്കിളിന്റെ വക ഒരു വലിയ കൺഗ്രാറ്റ്സ്. ആൻഡ് ദൈവാധീനം ഒത്തിരിയുള്ള മോനാണ്. ഞങ്ങൾ ഓഡീഷന് കണ്ട അന്ന് തന്നെ വിചാരിച്ചാണ് ഇതിവിടെ ഒന്നും നിൽക്കാൻ പോകുന്ന ഒരു പരിപാടി അല്ല, ഈവൻ വേറെ ലെവലിലേക്ക് പോകും എന്ന് അന്ന് തന്നെ ദ വെരി ഫസ്റ്റ് ഡേ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അങ്ങനെ തന്നെ മോൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഐ എം വെരി പ്രൗഡ് ഓഫ് യു. ഐ എം വെരി പ്രൗഡ് ടു ഹാവ് ബീൻ എ പാർട്ട് ഓഫ് ദ ടീം ദാറ്റ് ഫൗണ്ട് യു. അപ്പോൾ ബാബുക്കുട്ടനോട് എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ബാബുക്കുട്ടന് ഇത് ചിലപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടോ അതിനു മുമ്പ്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ബാബുക്കുട്ടന് ഒരു 10 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ കുറെ വർഷങ്ങൾ മുന്നോട്ട് നോക്കിയാൽ ആരാകണം എന്നാണ് ആഗ്രഹം? കാരണം നമുക്ക് ഓരോ സമയത്തും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. ടോപ്പ് സിംഗറിൽ വന്ന സമയത്ത് ബാബുക്കുട്ടന്റെ ആഗ്രഹങ്ങൾ ആയിരിക്കില്ല ഇപ്പോൾ ബാബുക്കുട്ടന്റെ ആഗ്രഹങ്ങൾ. ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? കുറച്ച് നാൾക്ക് ശേഷം ബാബുക്കുട്ടൻ ആരായി തീരണം എന്നാണ് ആഗ്രഹം. ഞാനൊരു 4 ഓപ്ഷൻ തരാം. ആ ഓപ്ഷനിൽ എന്തുകൊണ്ട് ആ ഓപ്ഷൻ സെലക്ട് ചെയ്തു, അല്ലെ എന്തുകൊണ്ട് ആ ഓപ്ഷൻ സെലക്ട് ചെയ്തില്ല എന്ന് പറയണം. ഓപ്ഷൻ എ സിംഗർ, ഓപ്ഷൻ ബി മ്യൂസിക് ഡയറക്ടർ, ഓപ്ഷൻ 3 റിയാലിറ്റി ഷോ ജഡ്ജ്, ഓപ്ഷൻ 4 ആക്ടർ. അപ്പൊ ഇതിൽ ഏതാകാനാണ് ബാബുക്കുട്ടന്റെ ആഗ്രഹം? ഇതൊന്നുമല്ല, ഇനി വേറെ എന്തെങ്കിലും ആകാനാണ് ആഗ്രഹമെങ്കിൽ അതും പറഞ്ഞാൽ സന്തോഷം. അപ്പോ അപ്പോ എനിക്ക് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ഡി. ഒരു നല്ല പാട്ടുകാരനും ആകണം, നല്ലൊരു കമ്പോസറും ആകണം. പക്ഷെ ഈ പാട്ടുകാരിലെ ഷാരൂഖ് ഖാൻ എന്ന് വിളിക്കുന്നുണ്ടല്ലോ, നമുക്ക് അഭിനയം കൂടെ നോക്കിയാൽ എന്താ? അഭിനയം കൂടി ഉണ്ട്. അഭിനയിക്കാനും ഇഷ്ടമാണ്. ചെറിയ അഭിനയം കൂടെ. ഇപ്പൊ തന്നെ അഭിനയിക്കുന്നുണ്ടോ? നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ? സിനിമയിലാണ് അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ആണല്ലേ? അപ്പൊ നമുക്ക് ഒരു പാട്ടും കൂടെ പാടിയാലോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ, കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവതി കാകതൻ കോട്ടിൽ മുട്ടയിട്ടൊരു കാലനീളി നീ പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ, കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. അപ്പൊ എം ജി സാറിനും നമ്മുടെ മുഴുവൻ ക്രൂവിനും മുഴുവൻ ജഡ്ജസിനും എല്ലാവർക്കും ഉള്ള ഒരു ഡെഡിക്കേഷനായിട്ട് ഈ പാട്ട് ബാബുക്കുട്ടൻ കൊടുക്കുക. ഇപ്പൊ മോൻ സോണിയിൽ ചെന്ന് കഴിഞ്ഞിട്ടേ അവിടെ ഒരു 2 ദിവസമൊക്കെ എന്തെങ്കിലും പനിയായിട്ടൊക്കെ കാണാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫോണിന് പിന്നെ റെസ്റ്റ് ഇല്ലാന്ന് കേട്ടിട്ടുണ്ട്. ഫോണാണെങ്കിലും മെയിൽ നിറയെ ആവിർഭാവം എവിടെ എന്ന് പറഞ്ഞ് ചോദ്യം വരാറുണ്ടെന്ന് കേട്ടു. അത് ശരിയാണോ? ആവിർഭാവന് പനി വന്നിരുന്നു, ഇടയ്ക്ക് പനി വന്നത്. അപ്പം ഏകദേശം തീരാറായ സമയത്ത് ഒരു 2-3 ഇത് എപ്പിസോഡിന് മുന്നെയാണ് ഇവന് പനി വന്നത്. അപ്പോൾ 2 എപ്പിസോഡ് ഇവന് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള മെസ്സേജസുകൾ സോണി ടി വിയിൽ വന്നു, നമ്മുടെ പേഴ്സണൽ മെസ്സേജുകളിൽ വന്നു. പിന്നെ സ്റ്റേജിൽ സൂപ്പർ ജഡ്ജ് നേഹാമാം അത് മെൻഷൻ ചെയ്തു, മോനെ കാണാഞ്ഞിട്ട് ഇങ്ങനെ മെയില് ഒരുപാട് മെയിൽസും കോളും എല്ലാം സോണി ടി വിയിൽ വന്നു. അവർക്ക് പേഴ്സണലായിട്ട് വന്നു, ക്യാപ്റ്റൻസ് പറഞ്ഞു അവർക്ക് വന്നു. പിന്നെ നമ്മളും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സെർച്ച് ചെയ്യുമ്പോൾ എല്ലാം കാണാം, എവിടെ പോയി മോൻ എവിടെയെന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോഴാണ് ശരിക്കും നമുക്കും മനസ്സിലായത് ഇത്രയും മനുഷ്യർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു, ഇത്രയും സ്നേഹിക്കുന്നു എന്ന് മനസ്സിലായത്. അവരുടെ ജിമെയിലൊക്കെ അടിച്ചു പോയെന്ന് പറയുന്നത് കേട്ടോ, അത്രയും നമ്പർ ഓഫ് മെയിൽസ് വന്നിട്ട്. ഇന്ന് രാവിലെ ഒരു കോള് വന്നു, മറ്റേ ഇവിടുന്ന് തന്നെ തൃശ്ശൂരിൽ നിന്നൊരു ചേച്ചിയാണ്. അപ്പോൾ അവർക്ക് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട്
വയ്യാതായി പോയി, തളർന്നു പോയി. അപ്പം ഇവൻ എന്നോട് പറഞ്ഞത് ഇവന്റെ പാട്ടിലൂടെയാണ് എനിക്ക് ജീവൻ വെച്ചതെന്ന്. മോന്റെ പാട്ട് കേട്ടപ്പം അത് വലിയ എനർജി ആണെന്ന് മോൻ എന്താ തോന്നിയേ? എനിക്ക് തോന്നിയത് അത് ഏറ്റവും വലിയൊരു അവാർഡാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പറഞ്ഞത് കൊണ്ട് നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. ഇത് ഇത്രയും വലിയ ആൻറ്റി ഇതൊക്കെ ഓപ്പറേഷനൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരാളാണ്, അപ്പം ഒരു വലിയ അവാർഡാണ്. അതുകൊണ്ട് കുറെ സന്തോഷമുണ്ടായി. അപ്പൊ നമ്മൾ ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഇടയ്ക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ ആവേശത്തോടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ ദിവസം അങ്ങ് അപ്രത്യക്ഷനായി, ഡിസപ്പിയേർഡ്. എവിടെ എന്താ പറ്റിയേ? അത് അച്ഛന് ശരിക്കും പ്രൈവറ്റ് ജോലിയാണ്. അപ്പോൾ അത് ഓൾ ഇന്ത്യ ഇതിലാണ്. അപ്പോൾ ഓൾ ഇന്ത്യ എല്ലായിടത്തും പോകണം. മോള് 10th മോള് തനിയായി. എൻ്റെ അമ്മയ്ക്ക് ഡിസ്കിന് ശകലം പ്രശ്നമായി. അപ്പോൾ എനിക്ക് ഇവളെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് സമ്മർദ്ദമായി. കാരണം 10th കുട്ടി, അവളുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇവനെ വിടാൻ പറ്റില്ല. അപ്പോൾ ശരി, ഞാനിപ്പോൾ അനീഷ് പറഞ്ഞത് ഈ ഓണത്തിന്, ഇപ്പോഴത്തെ ഈ വരുന്ന ഓണത്തിന് ഇത് വൈൻഡപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഷോ അത്ര റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എനിക്ക് അത്രയും നിൽക്കാനും പറ്റില്ല. അപ്പം ഞാൻ മാമിന് ലെറ്റർ എഴുതിയിട്ട് പറഞ്ഞു നമ്മളിങ്ങനെ ആണ്, ട്രാൻസ്ഫറായി മാറി ജോലി പല സ്ഥലത്ത് പോകേണ്ട, വേറെ സംസ്ഥാനത്തിലേക്ക് പോയ അവസ്ഥ വന്നു. അങ്ങനെയാണ് അതിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയത്. അതെ, നമുക്കും ശേഷം അമ്മമാർ കരഞ്ഞ് ഒരുപാട് പേര് ഫോൺ ചെയ്തു. എവിടെ നിന്നൊക്കെയോ നമ്പർ മേടിച്ചിട്ട് കരഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു അവനെ കൊണ്ടുവരണേ, അവനിലൂടെയാണ് സന്തോഷം. വേറെ ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു സന്തോഷം എന്ന് പറയുന്നത് അവർക്ക് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒന്നും അവർക്ക് നോക്കാൻ സമയം ഉണ്ടാവില്ല, അവരുടെ ജോലിയുടെ ഭാഗമായിട്ട്. പക്ഷെ ഇവർ തനിയാണ്. ആ തനിച്ചിരിക്കുന്ന സമയത്ത് ഈ വീഡിയോസ് അല്ലെങ്കിൽ ഈ TV കാണുന്നതാണ് അവരുടെ സന്തോഷം. ബാബുക്കുട്ട, അതുപോലെ ബാബുക്കുട്ടന് അവിടെ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൽ ഇങ്ങനെ 1, 2, 3 എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഹർഷ് ഭയ്യെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹർഷ് ഭയ്യ ഭയങ്കര ഇമോഷണലായിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. എൻ്റെ മോനെ പോലെയാണ്. അതുപോലെ തന്നെ പലപ്പോഴും ബാബുക്കുട്ടൻ ഇങ്ങനെ എത്തത്തില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ, പക്ഷെ ഇങ്ങനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഹർഷ് ഭയ്യയോട് എന്താ ഇപ്പൊ പറയാനുള്ളത്? ഈ ക്യാമറ നോക്കി പറയാം. ഹർഷ് ഭയ്യ കേൾക്കട്ടെ. ഹർഷ് ഭയ്യ ഹിന്ദി അറിയാലോ, ഹിന്ദിയിൽ പറഞ്ഞോ. हर्ष भैया, आप ये वीडियो देख रहे हैं कि मैं आपको बहुत मिस कर रही हूँ, क्योंकि आप लोग मुझे बहुत पसंद करते हैं, बट मैंने आपको नहीं मिल पाया. फिर से मैं आऊँगा मुंबई में, तब हम दोनों मिलेंगे और मिलके बात करेंगे. उसका बाद हम सब, मैं मैसेज कर दिया था रोड पे सब, तब आपको कॉल किया था पर आपने उठाया नहीं. मैंने मैसेज किया हुआ है और आप बहुत मिस कर रहे होंगे मुझे. और आप ये वीडियो देखना और मैं बता रहा हूँ. അച്ചോടാ, ഒരുപാട് ഇഷ്ടമാണെന്ന് മനസ്സിലായി. മെസ്സേജ് ചെയ്തു, കോൾ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വിളിക്കും. കാരണം എന്തെങ്കിലും ഒരു തിരക്കിലായിരിക്കും, ഒരു ഷോ കഴിഞ്ഞിട്ടുള്ള ഒരു തിരക്കിലായിരിക്കും. അപ്പോൾ തിരിച്ചു വിളിക്കും. പിന്നെ നേഹ കക്കർമാം ഉണ്ടായിരുന്നു, അരുണിത ഉണ്ടായിരുന്നു അല്ലേ, പിന്നെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുമായിട്ട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ തമ്മിൽ നല്ലൊരു ഇഴയെടുപ്പമുള്ള ബന്ധങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവരെല്ലാം മിസ് ചെയ്യുന്നുണ്ടോ? എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ഈ ഷോ ഞാൻ മറക്കാൻ പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ഷോ തന്നെ ഫസ്റ്റ് തുടങ്ങിയപ്പം എല്ലാവരും വന്ന് നന്നായിട്ട് ഇതൊക്കെ പറഞ്ഞ്, കണ്ടസ്റ്റൻസും എല്ലാവരും ഒക്കെ കോമഡിയൊക്കെ പറഞ്ഞ് നല്ല ഒരു ഇതായിരുന്നു. പിന്നെ ലാസ്റ്റ് വരെ എത്തിച്ച്, പിന്നെ അവിടെയും കോമഡിയായിരുന്നു. ഭയങ്കര രസമായിരുന്നു ഷോ. പക്ഷെ വേറൊരു കൗതുകമുള്ള വീഡിയോ കൂടെ ഞാൻ കണ്ടിരുന്നു. ഓഡിഷൻ ആണോ മറ്റോ, നമുക്ക് ഈ പൊടിടപ്പീട് അത്രയല്ലേ ഉള്ളൂ. അപ്പോ ഒരു ചെയറിൽ കയറി നിന്ന് പാടുന്നത് എന്തായാലും സംഭവം ഓഡിഷൻ ആയിരുന്നു. എന്താന്ന് വെച്ചാൽ അത് ഓഡിഷനിലായിരുന്നു, ഫൈനൽ ഓഡിഷൻ. അപ്പോൾ ഫൈനൽ ഓഡിഷൻ ആയിരുന്നു. അന്നേരം ഞാൻ ചെയറിൽ നിന്ന്, എന്താന്ന് വെച്ചാൽ ക്യാമറ ഫോക്കസ് ചെയ്യണം. ഞാൻ അന്നേരം കുറഞ്ഞ് ഇത്ര ഒരു ചെറുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെയറിൽ നിന്നിട്ട് അങ്ങനെ പാടിപ്പിച്ച. അപ്പോൾ ക്യാമറ അത്ര മേളില്ല. അപ്പോൾ അതുകൊണ്ട് ക്യാമറ നിന്നിച്ച് വെച്ച്, പിന്നെ ക്യാമറ കുറച്ചിട്ട് ആ സ്റ്റേജ് ഇതാക്കി, പിന്നെ സ്റ്റേജ് മാറി, പിന്നെ പ്രീത്രയാക്കി അവിടെ ചൊറച്ച് താഴെ വെച്ച്. അപ്പോൾ എന്നെ കാണാൻ വിചാരിച്ചു. ബാബുക്കുട്ട, നമ്മുടെ ടോപ്പ് സിംഗറിലെ എല്ലാ ജഡ്ജസുമായിട്ടും വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ അവരിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അടുപ്പം തോന്നിയിട്ടുള്ളത്, നിങ്ങൾ തമ്മിൽ ഒരു സ്പെഷ്യൽ ബോണ്ട് ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളത് MG സാറുമായിട്ടാണ്. അപ്പോൾ MG സാറ് ചിലപ്പോഴാണെങ്കിൽ ഇങ്ങനെ ബാബുക്കുട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ കുറേ കാര്യം, ബാബുക്കുട്ടൻ ചിലപ്പോൾ ദേഷ്യം പിടിക്കും. എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്പെഷ്യൽ ബോണ്ട്? MG സാർ കളിയാക്കുമ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യം വരാറുണ്ടായിരുന്നു. പക്ഷെ MG സാറിന് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ. പിന്നെ MG സാറിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു. എപ്പോഴും ബാബുക്കുട്ടനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഒരാളിന്റെ കാര്യം പറയായിരുന്നു MG സാറ്. പിന്നെ അത് മാത്രമല്ല, ഈ നമ്മുടെ സുരേഷ് ഗോപി സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ ഈ മുഖം. അങ്ങനെ ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന് ബാബുക്കുട്ടനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്. ആ മുഖം ഓർമ്മയുണ്ടോ, MG സാറുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഹായ് ബാബുക്കുട്ട, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ?
നിനക്കെന്നെ ഓർമ്മയുണ്ടോ? നീ ഇപ്പൊ വലിയ സ്റ്റാർ ആയില്ലേ. ഹിന്ദി ചാനൽ പരിപാടിയിൽ നീ വിന്നറല്ലേ, ഞാൻ കാണലുണ്ട്. ഇനിയും എനിക്ക് ഒരുപാട് ഉയരത്തിലെത്താൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇത് നമ്മുടെ വാക്കുട്ടിയാണ്. ഞാൻ അപ്പോഴേ ഓർത്തതാ വാക്കുട്ടിയാണ് ചാൻസ്. വാക്കുട്ടി പറഞ്ഞു കേട്ടോ, അത് നീ ഇപ്പൊ വലിയ സ്റ്റാർ ഒക്കെ ആയി പോയല്ലോ, ഞാൻ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞേ, വാക്കുട്ടിയോട് പറഞ്ഞേ. ഞാൻ ഓർക്കുന്നൊക്കെ ഉണ്ട്. ഫ്ലവേഴ്സിലന്ന് നമ്മള് തമ്മിൽ പാട്ടൊക്കെ പാടി നമ്മൾ തമ്മിൽ ഷൂട്ടൊക്കെ എടുത്ത് അതൊക്കെ ഭയങ്കര ഒരു ഇതൊക്കെ ആയിരുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം? അതാണ് ഇപ്പോഴേ ചാർജായി വന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ വാക്കുട്ടി ഉള്ളതുപോലെ തന്നെ അവിടെ ഒരു കറസ്പോണ്ടിങ് ഒരു ഹിന്ദി വാക്കുട്ടി ഉണ്ടായിരുന്നു, പിഹു അല്ലേ? പിഹുവായിട്ട് നല്ലൊരു ബ്രദർ സിസ്റ്റർ ബോണ്ട് ഉണ്ടായിരുന്നു. അവസാനം വന്നപ്പം ഫൈനലിലായപ്പോഴത്തേക്ക് പിഹു കരഞ്ഞു, അയ്യോ ഞാൻ ഒരു ഹെഡ്സെറ്റ് വാങ്ങിച്ചു കൊടുത്തു, അപ്പൊ ആ മുഖത്തെ ചിരി കണ്ടപ്പോ എനിക്ക് ലോകത്തിന് ഒന്നും കിട്ടണമെന്നില്ല എന്നൊക്കെയാണ് പിഹു പറഞ്ഞത്. അപ്പൊ പിഹുവിനെ ഓർക്കുന്നുണ്ടോ? അല്ല, ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ പാടുമ്പോൾ ഉള്ള ആ ഒരു സിംഗ് ഉണ്ടല്ലോ, അതില് എനിക്ക് തോന്നുന്നു, എനിക്ക് അതിൽ ഞാനിങ്ങനെ കണ്ടിന്യൂസ് കാണുന്ന ഒരു പാട്ട്, അത് നമ്മുടെ സൽമാൻ ഖാന്റെ സിനിമയിലെ ചാന്ദ് ചുപ എന്നുള്ള പാട്ട്. ആ ഒരു പാട്ടില് നമ്മുടെ പിഹു ഒരു കോറസ് പാടിയല്ലോ, ഭയങ്കര രസമായിട്ട് അതിങ്ങനെ അങ്ങ് ചേർന്ന് പോവും. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരു കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തൊരു പാട്ടാണ്. അത് കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നു. ഇത് പാടിത്തരും. शर्म के मेरी जाना सीने से लग जा तू, बरखा के मेरी जाना. ഗംഭീര. അതിനകത്ത് ഒരു ഭാഗം ആ ചക്കോറ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഹേ എന്ന് പറയുന്നത് എന്ത് രസാ അത് കേൾക്കാൻ. ഇനി മോളെ, ഈ മോന്റെ ഒരു പ്രത്യേകത എപ്പോഴും നമ്മൾ കാണുന്നത്, വലിയ ഹൈ പിച്ചിലാണെങ്കിലും ഒരു തട്ടോ തടവോ ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് പാടും. അപ്പൊ ഞാനിങ്ങനെ ഈ ഹൈ പിച്ച് എങ്ങനെയായിരിക്കും ആളിന് ഇത്രയും ഇതായിട്ട് കംഫർട്ടബിൾ ആയിട്ട് പോകുന്നത് നോക്കുമ്പോഴേ തീരെ പൊടിയായിട്ട് ആ കട്ടിലയിൽ ഇരുന്നിട്ടൊരു നീല ബെന്നിനാണെന്ന് തോന്നുന്നു ഇരുന്നുകൊണ്ട് പാടുന്നുണ്ട്. അപ്പൊ മോള് ഈ സരിഗമ പാടിക്കൊടുക്കുകയാണ്. അപ്പൊ സാന്ന് പറയും അങ്ങ് കട്ടൊക്കെയുള്ള പറയുന്നത്. അപ്പൊ ഈ ചെറുപ്പം തൊട്ട് തന്നെ ഈ ഹൈ പിച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നോ? ഹൈ പിച്ച് എനിക്കൊന്ന് ഹൈ പിച്ചാണ് കൂടുതൽ അവൻ കംഫർട്ടബിൾ. ബേസ് പറഞ്ഞാലും ഹൈ പിച്ചാണ് കംഫർട്ടബിൾ. പിന്നെ അത് ഓരോരുത്തർക്കും ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പൊ ചിലർക്ക് ബേസ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഹൈ ആയിരിക്കും. അപ്പൊ അവന് ഹൈ ആണ് കംഫർട്ടബിൾ. ഹൈ ആണോ ഇഷ്ടം? ആണല്ലേ? അപ്പൊ കൂടെയുള്ള ചില ആൾക്കാരെ കുറിച്ച് ഒക്കെ പറഞ്ഞിരുന്നു. വേറൊരാളും കൂടെ കൺഗ്രാറ്റുലേഷൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ആളിനെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് എനിക്കറിയത്തില്ല. ആള് സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ. നമുക്ക് നോക്കാം. അവിർഭാവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ടോപ്പ് സിംഗർ സീസൺ 3യുടെ ഓഡിഷൻ വെച്ചിട്ടാണ്. അപ്പോഴേ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. ടോപ്പ് സിംഗറിൽ എല്ലാവരും ബാബുകുട്ട എന്നായിരുന്നു അവിർഭാവനെ വിളിക്കുന്നത്. സോണി സൂപ്പർ സ്റ്റാർ സിംഗറില് വിന്നറായാല് എനിക്ക് ഒരുപാട് സന്തോഷം. അവിർഭാവന് എന്റെ അഭിനന്ദനങ്ങൾ. ഇത് നമ്മുടെ സ്വന്തം മേധാബേഹറാണ്. അപ്പൊ എനിക്കിത് ഒരാ ഷേപ്പ് കണ്ടാലും മനസ്സിലാവും. സ്റ്റൈലൊക്കെ മൊത്തത്തിൽ മാറിയെന്നറിയാം. കണ്ടു നോക്കിയപ്പോ ഞാനൊന്ന് വിചാരിച്ചു ഒരാളാ, പക്ഷെ കണ്ടപ്പോ മേധാബേഹറായി. അപ്പോ മോന് പൊതുവെ ഒരു കുഞ്ഞു സ്റ്റൈൽ ഐക്കണൂറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ പാട്ട് പാടുന്ന ഷാരൂഖ് ഖാൻ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഷാരൂഖ് ഖാന്റേതായിട്ടുള്ള വേഷവിധാനം, പിന്നെ ഞാൻ തീരെ പൊടിയായപ്പോ തന്നെ ഈ ഒരു കമ്മല്, ഈ സ്റ്റൈലൊക്കെ സ്വന്തമായിട്ട്. അതുപോലെ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ കാണുമ്പോഴേ ആൾ അവസാനം അവരെന്തൊക്കെ ചെയ്യുന്നു തന്നെ ഒരു പൊടിയെടുത്ത് ഇങ്ങോട്ട് ഒന്നിടും, എന്നാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ ആകത്തുള്ളൂ. അപ്പൊ സ്വന്തമായിട്ടാണോ സ്റ്റൈലിംഗ് ഒക്കെ, അതോ അച്ഛന അമ്മ ചേച്ചി ആരാണ് സ്റ്റൈലിങ്ങിന്റെ പിന്നിൽ? ഞാനാ ഫുൾ സ്റ്റൈല്, മുഖമൊക്കെ എല്ലാം ഞാനാണ് സ്റ്റൈൽ ചെയ്യുന്നത്. ഈ അമ്മയാണ് ഹെയർ സ്റ്റൈല്. അപ്പോ ഇതെല്ലാം പിന്നെ ഷൂസും ഇതൊക്കെ എല്ലാം എന്റെ സ്റ്റൈല്. അപ്പൊ നമ്മൾ കടയിലൊക്കെ പോകുമ്പോ അമ്മയോട് പറയാം എനിക്കിത് വേണം, ഈ സ്റ്റൈലാണ് എനിക്ക് ഇഷ്ടം, അല്ലെ ഈ ഇത് വേണം. ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടല്ലോ. ബ്രേസ്ലെറ്റ് ഉണ്ട്. അപ്പോ ഇത് ഞാനൊരു മുട്ടായോ ഡ്രസ്സ് പറഞ്ഞാലോ അമ്മ മേടിച്ചു തരത്തില്ല. അമ്മയ്ക്ക് ഇവള് മാത്രമേ നോക്കുള്ളൂ. അച്ഛനാണെങ്കിൽ ഞാൻ ഒരു മുട്ടായി പോലും പറഞ്ഞാൽ മേടിച്ചു തരുന്നില്ല. ഇത് ഭയങ്കര ഇതാണ്. മാതാപിതാക്കളാണല്ലേ നിങ്ങൾ?
ഇതൊക്കെയാണ് ഒരു പണി. ഇവൾക്ക് വേണ്ടി ഇവൾക്ക് ഇതേ ഡയലോഗ് ഞാൻ അമ്മയോട് പറയാറേ, എനിക്കൊന്നും ചെയ്തു തരൂല, ഇവനെ ചെയ്തു തരുള്ളൂ. അപ്പൊ അമ്മയുണ്ട്. അപ്പൊ അമ്മ ഇവൾക്ക് മാത്രം, അവൾക്ക് അമ്മയും ചേച്ചിക്ക് മാത്രം ഒരു ഡ്രസ്സും ഇല്ല, എനിക്ക് മാത്രമാണ് കൂടുതൽ. അതുകൊണ്ട് എനിക്കൊരു ഫാഷൻ ഇടാനൊന്നും തരത്തില്ല. ഇപ്പൊ അവിടെ നിന്ന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എപ്പോഴും പോയി നോക്കും. ഞങ്ങൾ കാറ് കയറിയാ അപ്പൊ തന്നെ അച്ഛനോട് പറയും എനിക്ക് ഡ്രസ്സ് നോക്കണേ, എനിക്ക് ഡ്രസ്സ് നോക്കണേ. അത് തന്നെ ഒരു പണി, അത് തന്നെ സെയിം. അപ്പൊ അങ്ങനെ പണി നോക്കിയിട്ട് നേരെ പോയി, ഇത് വേണോ, ഇത് എത്രയാ, ഇത് 1000. അയ്യോ അങ്ങനെ ആരും പറഞ്ഞു. ഇത് തന്നെ മുംബൈ പോയി മേടിച്ച്. അയ്യോ ദൈവമേ, ഞാനവിടെ ഇറങ്ങേണ്ട വന്നായിരുന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു. ബാബുക്കുട്ടാ, അതുപോലെ ഈ നമ്മളിപ്പോ അച്ഛന്റെ അമ്മയുടെ കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ മോൾക്ക് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രം എടുത്താൽ പോരാ, കുഞ്ഞിനും കൂടി ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുക്കണം. അതുപോലെ തുണിക്കടയിലൊക്കെ പോകുമ്പോൾ നല്ല ഉടുപ്പൊക്കെ മേടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ ആ ചാന്ത് ചുപ കഴിഞ്ഞ് അതിനും മേളിൽ നിൽക്കുന്ന ഒരു പാട്ടും കൂടെ പാടി വെച്ചായിരുന്നു, ശങ്കർ മഹാദേവൻ സാറിന്റെ ആ ബ്രെത്ത്ലെസ് പാട്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ശ്വാസം പിടിച്ച് പാടുന്നത്? ഞങ്ങളൊക്കെ ഇങ്ങനെ ശ്വാസം മുട്ടിയിരിക്കുവായിരുന്നു. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്താലോ? ട്രൈ. कोई जो मिला तो मुझे ऐसा लगता था जैसे मेरी सारी दुनिया में गीतों के ऋतु और रंगों के बरखा खुशबू के आंधे मैं की हुई सी अब सारी फिजा बहकी हुई सी अब सारी हवाएं खोई हुई सी अब सारी दिशाएं बदली हुई सी अब सारी अदाएं जागे उमंगे तड़क रहे थे सांसों में तोहफा होठों पे रंग में आंखों में सपना सपनों में बैठा सारे बोला मुझे जब कोई आए तो नजरों पे चाहे दिल में समाए तो कैसे मैं बताऊं तो मैं कैसे उसे पाए प्यारे से चेहरे बिगड़े जो वो तो ऐसा लगता था जैसे गोरी कभी सी उस में ढलो फूल खिलाए जैसे बादल में एक चांद छुपाए और जाग रहा है जैसे रात के पर्दे में एक सवेरा है रोशन रोशन आंखों में सपनों का सागर जिसमें प्रेम सितारों के चादर जैसे झलक रही है लहरों लहर बात करे मुझे से मोती बरसे जैसे कहीं चांद के पायल गूंजे जैसे कहीं शीश के जाम गिरे और तन से टूटे जैसे कोई चुपके सितारा बजाए जैसे कोई चांदनी रात मिलाए जैसे कोई हाल से पास बुलाए कैसी मीठी बात थी वो कैसी मुलाकात थी वो जब मैंने जाना नज़मों से कैसी पिघलती थी और आर सपाते कदमन से और कैसे उतरता है चांद ज़मीन पर कैसे कभी लगता है स्वर्ग अरे तो बस वहीं पर उसने बताया मुझे और समझाया मुझे हम जो मेरे ऐसे मिलना था गुल जो गिले मुझे गिलना था जन्म के बंधन जन्म के रिश्ते जब हम जन्म में तो हम यूं रहते खान में मेरे से गुलने ख्वाबों के बरसे से आंखों में गुलने ख्वाबों की दुनिया भी कितनी और कैसे अंगेत ख्वाबों की दुनिया जो कहने को थी और कहीं भी नहीं थी ख्वाब जो टूटे मेरी आँख जो खुली मेरी होश जो आया मुझे मैंने देखा मैंने देखा मुझको भी आया था नजरों पे चाहे दिल में समाया तो चाह भी चुका है और दिल में रहे अब तन्हा तन्हा न तो कोई अरमान न कोई तमन्ना न कोई सपना अब जो मेरा दिन और अब जो मेरी रात है मुझसे हो गई उन्हें सब दर्द की रंज की बात है और फरियाद मेरा आप कोई नहीं मैं हूँ और कोई कोई प्यार की याद मैं हूँ और कोई कोई प्यार की याद मैं हूँ और कोई कोई प्यार की याद है അച്ചോടാ, എനിക്കൊരു ഹഗ് തരണം. കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ അല്ലെ ലാലേട്ടനെ കാണാൻ പോയിന്ന് കേട്ടു. അല്ലേ? ലാലേട്ടന്റെ അമ്മയുടെ പിറന്നാളായിരുന്നു, അമ്മയ്ക്ക് പാട്ട് പാടി കൊടുത്തു. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അപ്പോ ഇന്നലെ ലാലേട്ടനെ കാണാൻ പോയപ്പോ വീട്ടിൽ കയറിപ്പോ ലാലേട്ടനെ കാണാൻ ഓർത്തിരിക്കും. അപ്പൊ നമ്മുടെ സോഫയിലിരിക്കുക. അപ്പൊ ലാലേട്ട എൻട്രി വന്നു. പിന്നെ നമ്മുടെ പിറന്നാളെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിച്ച് നേരെ അമ്മൂമ്മേനോട് പറഞ്ഞിട്ട് പോയി ഞാൻ പോവാണ്. അപ്പൊ അമ്മൂമ്മ പറഞ്ഞ് നീ പോവാണോ? അപ്പൊ പറയുവാ. അപ്പൊ ഞാന് അമ്മേനെ പിടിച്ചൊരു കെട്ടി ഉമ്മ ഓർത്ത് കയ്യിൽ ഒരു ഉമ്മ കൊടുക്കാൻ പറ്റി. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ലാലേട്ടനെ കണ്ടു, ഇനി മമ്മൂക്കെ കാണണ്ടേ? ഇനി മമ്മൂക്കെ കാണണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. നമുക്കിപ്പോ സമയമില്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ശരത് സാറുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു. കാരണം ശരത് സാറ് എപ്പോഴും കുറച്ച് പാവമാണ്. ബാബുക്കുട്ട, ടോപ്പ് സിംഗർ 3യുടെ ഡയറക്ടർ നമ്മുടെ സിന്ധു ശ്രീധർ, സിന്ധു ചേച്ചിയെ ഓർമ്മയില്ല. അപ്പൊ സിന്ധു ചേച്ചിക്ക് എന്തോ പറയാനുണ്ട് മോനോട്, നമുക്കൊന്ന് കേൾക്കാം. ഹായ് മോനെ, കൺഗ്രാറ്റുലേഷൻസ്. മോൻ പാട്ടൊക്കെ പാടി വിൻ ചെയ്തൊരു സ്റ്റാർ ആയിട്ട് എത്തിയിരിക്കല്ലേ.
ഈ അവസരത്തില് നമ്മുടെ ടോപ്പ് സിംഗറിൽ നമ്മുടെ എൻജി അങ്കിളിനോടും മറ്റു ജഡ്ജസിനോടും അതുപോലെ തന്നെ മോന്റെ കൂട്ടുകാരോടും എന്താ പറയാനുള്ള, അവരൊക്കെ മോന് ഒരു വലിയ സർപ്രൈസ് ഒരുക്കിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ മോനെയും കാത്ത് സിന്ധു ആന്റിയും ജഡ്ജസും ഒക്കെ ഇവിടെ ഉണ്ട്. ടോപ്പ് സിംഗറിന്റെ ഫിനാലേക്ക് തീർച്ചയായും ഓടി എത്തണം കേട്ടോ. സിന്ധു ആന്റി കാത്തിരിക്കേ. ഓക്കേ, അപ്പോ നമ്മുടെ ഓൾറെഡി ഫൈനലിൽ വരാൻ ഓർത്തിരിക്കുകയാണ്. ഇനിയും ഗസ്റ്റ് ആയിട്ട് പോവാണ് അങ്ങോട്ട് ടോപ്പ് സിംഗറിലോട്ട്. ഭയങ്കര സന്തോഷമൊക്കെ ഇങ്ങനെ കാണാൻ, കുറെ പേര് കാണാലോ, കുറെ ജഡ്ജസും ഇതിനൊക്കെ വേണ്ടി കാണാം. അപ്പൊ സിന്ധു ചേച്ചി ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുതരാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടു ഇടയ്ക്ക്. ആ, ചോക്ലേറ്റ് ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി എന്ത് കിട്ടിയാലും ഞാൻ സിന്ധുമാവിന് കൊടുക്കും. ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ സിന്ധുമാവിന് കൊടുക്കും. ഇനി മോന്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു ആശംസ അറിയിച്ചിട്ടുണ്ട്, നമുക്ക് കേട്ടാലോ? Hello Babu Kutta, how are you? Hope you're doing good. Congratulations for winning the show. Wish you good luck. അപ്പൊ ഇതാരാ, എന്തായിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയോ? ഈ ധോനിക്കുട്ടിയെ ഒരു നമുക്ക് ഭയങ്കര നട്ട്സ് ഒക്കെ തരും. ഇന്നെടുത്തോ, അല്ലെങ്കിൽ എടുത്തോ. അപ്പൊ ഞാൻ ഒരെണ്ണം എടുക്കും. എടുക്കുമ്പോ അപ്പൊ പറയും അങ്ങനെ എടുക്കും. അങ്ങനെയൊക്കെ ഫ്രണ്ട്ഷിപ്പായി ഞങ്ങള്. പിന്നെ അങ്ങനെയൊക്കെ കളിക്കാറൊക്കെ ഉണ്ട് കുറെ. ഇനി വലുതായി വലിയ സിംഗർ ഒക്കെ ആകുമ്പോ ഇവരുടെ കൂടെ പാട്ട് പാടണ്ടേ? ആരുടെ ഒക്കെ കൂടെ പാട്ട് പാടാനാ ഇഷ്ടം? മുംബൈയിലത്തെ സിംഗറും ഇവിടുത്തെ സിംഗറും എല്ലാ സിംഗറും. അപ്പൊ ആരെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ചിത്ര ചേച്ചിന്റെ കൂടെ ഇനി എനിക്കൊരു ആഗ്രഹം ഉള്ളത്, ഇപ്പൊ എന്നെ ഒരു 4 ലൈൻ പഠിപ്പിക്കാൻ പറ്റുമോ? പറ്റും. കിസി ഡിസ്കോ മേ ജായേ, കിസി ഡിസ്കോ മേ ജായേ, കിസി ഹോട്ടൽ മേ खाए, किसी होटल में खाए, कोई देख लेना हमें यहाँ, कहीं घूम के आए हम. कोई देख लेना हमें यहाँ, कोई घूम के आए हम. कोई देख लेना हमें यहाँ, कहीं घूम के आए हम. कोई देख लेना हमें यहाँ, कहीं घूम के आए हम. चलो इश्क लड़ाए, चलो इश्क लड़ाए, चलो इश्क लड़ाए सनम. चलो इश्क लड़ाए, चलो इश्क लड़ाए, चलो इश्क लड़ाए सनम. നൈസ്, താങ്ക് യു സോ മച്ച് ഗുരു. അപ്പോ ഇനി നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യുമ്പം ഈ പാട്ട് തന്നെ, ഞാൻ വൃത്തികേടായിട്ടാണല്ലോ പാടിയത്, നിങ്ങൾ രണ്ടുപേരും കൂടെ നല്ല വൃത്തിയായിട്ട് ആ പാട്ട് പാടി നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. किसी डिस्को में जाए, किसी होटल में खाए, किसी डिस्को में जाए, किसी होटल में खाए, कोई देख लेना हमें यहाँ, कहीं घूम के आए हम. चलो इश्क लड़ाए, चलो इश्क लड़ाए, चलो इश्क लड़ाए सनम. चलो इश्क लड़ाए, चलो इश्क लड़ाए, चलो इश्क लड़ाए सनम. അപ്പോ ആവിർഭവ് സൂപ്പർ സ്റ്റാറാ. Thank you. താങ്ക് യു സോ മച്ച്.